ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു മണിക്കുട്ടനോട് വർമ്മ സാറിനെതിരെയുള്ള നീക്കങ്ങൾ അനന്തൻ നടത്തുന്നുണ്ട്, അത് നീ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറയുമ്പോൾ മണിക്കുട്ടൻ പറയുക, അതിനെന്താ രാജു, ഞാൻ അനന്തൻ്റെ ആളായിട്ട് അവൻ്റെ കൂടെ ചേർന്നോട്ട് അവിടെ നടക്കുന്ന നീക്കങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ അറിയിച്ചോളാം, അത് മതി എന്നിങ്ങനെ രാജു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഋതിക ഓടിച്ചെന്ന് പിന്നിൽ കൂടി രാജുവിനെ കെട്ടി അങ്ങ് പിടിക്കുവാണ്. രാജു പെട്ടെന്ന് മണിക്കുട്ടനോട് പറയുന്നു, മണിക്കുട്ട, ഇവിടെ നല്ല മകരമഞ്ഞ്, ഞാൻ പിന്നീട് വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. രാജുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഋതികയെ തൻ്റെ മാറോടെ ചേർത്ത് പിടിച്ചിട്ട് രാജു പറയുന്നു, എൻ്റെ ഋതു ഈ മനോഹരമായ നിലാവിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് നാണത്തോടുകൂടി ഋതിക പറയുക, കൊള്ളാലോ, മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ലാംഗ്വേജ് കയ്യിലുണ്ടായിട്ടാണോ ഇത്രയും നാളും എന്നോട് ഈ പ്രണയമൊന്നും തുറന്നു പറയാഞ്ഞത്? അയ്യോ എൻ്റെ ഋതു, ഈ ലാംഗ്വേജൊക്കെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഫീലിങ്സ് ഉണ്ടാകുന്ന ഈ ക്ലൈമറ്റും ഇതുപോലുള്ള ഒരു അന്തരീക്ഷമൊക്കെ വേണ്ടേ? അങ്ങനെ രാജു വലിയ റൊമാൻസ് മൂഡിലാണ് ഋതികയുടെ അടുത്ത് നിൽക്കുന്നത്. ഇതുപോലത്തെ കൊടൈക്കനാൽ കാറ്റ് വേണ്ടേ, കോടക്കാറ്റ്, പിന്നെ ഈ മനോഹരമായ നിലാവ്, ഈ നിലാവിനെ തോൽപ്പിക്കുന്ന എൻ്റെ ഋതികയുടെ ഈ മുഖവും, എൻ്റെ പ്രണയ നിലാവ്. ഋതിക നാണത്തോടുകൂടി പറയുന്നു, എൻ്റെയും, എൻ്റെ രാജു, എൻ്റെ മാത്രം രാജു, എനിക്ക് മാത്രം സ്വന്തമായ രാജു എന്ന് പറഞ്ഞുകൊണ്ട് ഋതിക രാജുവിനെ ചേർത്ത് പിടിച്ച് രാജുവിൻ്റെ നെറുകയിൽ ചുംബിക്കുന്നു. സന്തോഷത്തോടെ രാജു പറയുക, എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഋതു, ദൈവം എനിക്ക് വേണ്ടി സമ്മാനിച്ച് കാത്തു സൂക്ഷിച്ചു വെച്ച് തന്ന എൻ്റെ ഋതു, ദൈവം ചന്ദ്രക്കലയിൽ എനിക്കായി കാണിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഋതികയുടെ നെറ്റിയിൽ ചുംബിക്കുവാണ്. ഋതികയും ഇങ്ങനെ വളരെ സന്തോഷത്തോടെ റൊമാൻസിൽ രാജുവിനെ നോക്കിയിട്ട് പറയുന്നു, രാജു, എൻ്റെ സീമന്തരേഖയിലെ സിന്ദൂരം രാജുവിൻ്റെ നെറ്റിയിലുണ്ട്. അതേ റൊമാൻസിൽ തന്നെ രാജു പറയാ, ഇരിക്കട്ടെ, രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കൂട്ട് വേണമല്ലോ, സിന്ദൂരമെങ്കിൽ സിന്ദൂരം എന്നിങ്ങനെ പറയുമ്പോൾ ഋതിക നാണത്തോടെ പറയുന്നു, അമ്മ കാത്തിരിക്കുവോ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഋതിക നടക്കുമ്പോൾ ഋതു എന്നിങ്ങനെ രാജു വിളിക്കുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഋതിക ചോദിക്കുന്നു, എന്താ രാജു, ഗുഡ് നൈറ്റ് പറയാൻ വിളിച്ചതാണോ? അല്ല ഋതു, ഇങ്ങനെ അടുത്ത് വാ എന്ന് പറയുമ്പോൾ ഋതിക അടുത്തോട്ട് വരുമ്പോൾ രാജു പറയുക, ഐ ലവ് യു ഋതിക. അങ്ങനെ പറഞ്ഞിട്ട് രാജു ഋതികയുടെ കൈകൾ ചേർത്ത് പിടിച്ച് കൈവിരലുകൾ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഋതികയെ അങ്ങ് വാരി പുണരുവാണ്. ഇത്രയും നാളും രണ്ടുപേരും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവരുടെ പ്രണയം അങ്ങനെ കെട്ടിപ്പിടിച്ച് അവരിങ്ങനെ തീർക്കുവാണ്. എന്നിട്ട് ഋതിക നാണത്തോടെ രാജുവിനെ നോക്കിയിട്ട് റൂമിലോട്ട് പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും രാജു കയ്യിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ ഋതിക അകത്തോട്ട് ഓടി അങ്ങ് പോവുകയാണ്. രാജു ഇപ്പോഴും ആ റൊമാൻസ് മൂഡിൽ തന്നെ നിൽക്കുവാണ്. ഋതിക അകത്തോട്ട് പോയെങ്കിലും രാജു ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്. ഈ സമയത്ത് ജയനാണെങ്കിൽ അവിടുത്തെ ഗാർഡനുള്ളിലൊക്കെ മറിഞ്ഞൊന്ന് നോക്കുവാണ് ആരെയെങ്കിലും. ദൈവമേ, മൂക്കമ്പാമ്പോ വല്ലതും കാണുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടിങ്ങനെ നോക്കുമ്പോൾ രാജു ഡാൻസ് ചെയ്യുന്നതാണ് കാണുന്നത്. ഈശ്വര, എൻ്റെ അളിയൻ എന്താ വട്ടുപിടിച്ചോ? ഇതെന്തു പറ്റി? തലയിലെ സ്ക്രൂ വല്ല ഊരിപ്പോയോ? കുതിരവട്ടത്തോ ഊളംപാറയിലോട്ടോ കൊണ്ടുപോകണമല്ലോ ഈശ്വര. എന്തായാലും ഇത് അംബിക മേഡത്തിന് കൊടുക്കാനുള്ള തെളിവാകും എന്നും പറഞ്ഞ് ജയൻ രാജു ഡാൻസ് ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. രാജു ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തിരിയുമ്പോൾ ആരോ ഒരാൾ രാജുവിൻ്റെ വീഡിയോ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരാടാ അത് എന്നിങ്ങനെ ഒച്ചത്തിൽ രാജു ചോദിക്കുമ്പോൾ ജയൻ ഓടാൻ നോക്കുക. ഓടരുത്, ഓടിയെന്നിന് ഞാൻ കത്തിയെറിയും എന്നിങ്ങനെ രാജു വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് ജയൻ പേടിച്ചവിടെ നിൽക്കുക. ആരാടാ, നിൽക്കടാ അവിടെ. ഈ സമയത്ത് ഋതിക ഇതൊന്നും അറിയുന്നില്ല. ഋതിക നേരെ റൂമിലോട്ട് വരുമ്പോൾ പത്മാവതി ഇങ്ങനെ അലമാരി തുറന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്താമ്മേ ഈ രാത്രിയിൽ നോക്കുന്നത് എന്നിങ്ങനെ ഋതിക ചോദിക്കുവാണ് പത്മയോട്. മോളെ, ഇത് കടന്നുപോയ കാലത്തിന്റെ സങ്കടപ്പെടുത്തുന്നതും സന്തോഷപ്പെടുത്തുന്നതുമായ ചില ഓർമ്മകളാണ്. മറഞ്ഞു നിന്ന് മകളുടെ വളർച്ച കാണുന്ന നിർഭാഗ്യവതിയായ ഒരമ്മയുടെ ഓർമ്മകൾ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അമ്മയെല്ലാം എൻ്റെ മോക്ക് മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് പത്മ ആ അലമാരയിലിരിക്കുന്ന ഓരോ കുഞ്ഞുടുപ്പുകളും എടുത്ത് ഋതികയെ കാണിക്കുവാണ്. ഞാൻ എന്നും എൻ്റെ മോളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുടുപ്പുകളും അവളുടെ കളിപ്പാട്ടങ്ങളും ഒക്കെ കണ്ട് ഋതിക പൊട്ടിക്കരയുവാണ്. കളിപ്പാട്ടങ്ങൾ ഓരോന്നും കാണിച്ചിട്ട് പത്മ പറയുന്നു, ഇതെല്ലാം എൻ്റെ മോളുടെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളാണ്. അയ്യോ, അപ്പോഴമ്മ ഈ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മോളെ. മോളുടെ ആ പ്രായത്തിലൊന്നും പ്രതാപേട്ടൻ എന്നോട് പിണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിയുമായിരുന്നു. അങ്ങനെ പത്മ ആ കുഞ്ഞ് ഋതിയെ താലോലിക്കുന്നതും ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുവാണ്. എൻ്റെ മോള് കണ്ടോ, ഇതൊക്കെ എൻ്റെ മോളുടെ ആദ്യത്തെ പിറന്നാളിന് വാങ്ങിയ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളുമാണ്. 3 വയസ്സ് വരെ എൻ്റെ മോളെ അമ്മ നോക്കി. പിന്നീടാണ് മോളെ അമ്മയ്ക്ക് എൻ്റെ മോളെ പിരിയേണ്ടി വന്നത്.
എൻ്റെ മോളുടെ ഓരോ പിറന്നാളിനും അമ്മ വാങ്ങി സൂക്ഷിച്ച കുഞ്ഞുടുപ്പുകളും പിറന്നാൾ സമ്മാനങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ. ആ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ കണ്ടിട്ട് ഹൃദയയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മേ എന്നും പറഞ്ഞ് പത്മാവതിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എൻ്റെ അമ്മേ, എൻ്റെ അമ്മ ഇന്ന് വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ മോളുടെ പിന്നാലെ തന്നെ ഈ അമ്മ ഉണ്ടായിരുന്നു മോളെ. എൻ്റെ മോളുടെ വളർച്ചകളിലെല്ലാം ഈ അമ്മ മോളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഹൃദയെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയുക, അപ്പോഴെൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് എത്ര വലിയ തെറ്റായിരുന്നു അമ്മേ. എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് നടക്കുമായിരുന്നല്ലേ? അച്ഛനേക്കാളും കൂടുതൽ എൻ്റെ അമ്മയായിരുന്നു എൻ്റെയോടൊപ്പം അല്ലേ? എൻ്റെ പൊന്നമ്മേ, ഞാൻ തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. സോറി അമ്മേ, സോറി. അങ്ങനെ രതികയും പത്മയും കെട്ടിപ്പിടിച്ച് പരസ്പരം ഓരോന്നും പറഞ്ഞ് കരയുവാണ്. ഈ സമയം അംബികയും മകൻ ദീപക്കും ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. അപ്പോൾ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക പറയുന്നുണ്ട്, ദാണ്ട ദോ വരുന്ന എൻ്റെ ചാരൻ. ഈ ചാരനുണ്ടല്ലോ, അവൻ എപ്പോഴെങ്കിലും എനിക്ക് പാരയായി മാറിയാലേ ആ നിമിഷം ഞാൻ അവനെ ഇവിടെ നിന്ന് ഓടിക്കും. ദീപക് അംബികയോട് പറയുക, അമ്മ ഇവൻ ഉടായിപ്പ, അവൻ്റെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ജയനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ആ മൊബൈലിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അംബികയെ കാണാനായിട്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് അംബികയും മകൻ ദീപക് കൂടെ താഴോട്ട് ഇറങ്ങി വരിക. ഗുഡ് മോർണിംഗ് മാഡം. ആ ഗുഡ് മോർണിംഗ് ജയ. ജയം പോയ കാര്യം എന്തായി? അതറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാനും ദീപക്കും നിൽക്കുന്നത്. മേഡം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. അത് ആത്മാർത്ഥമായി ഭംഗിയായി ഞാൻ ചെയ്തിട്ടുമുണ്ട്. ജയൻ അങ്ങനെ പറഞ്ഞതും അംബികയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ, അപ്പോൾ അവളും അവനോട് ഉണ്ടായിരുന്നോ? പറയാം മേഡം ഒന്ന് ക്ഷമിക്ക്. വേവോളം കാത്തിരുന്നാലേ ആറോളം കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കേ, ഞാൻ പറയാം. ജയൻ അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ ദീപക്കിന് ഒരുമാതിരി ചൊറിച്ചിൽ. അവൻ പറയാ, എന്താടോ ഇത് ആറോളം കാത്തിരിക്കാൻ? എന്താ വല്ല ഫുഡ് ഐറ്റം വല്ലതുമാണോ? താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടോ. അല്ലെങ്കിലും എൻ്റെ ദീപക് സാർ ഇങ്ങനെ തന്നെയാണ്. എന്തിനും ഏതിനും വല്ലാത്തൊരു വെപ്രാളമാണ്. എന്നിട്ട് ജയൻ പെട്ടെന്ന് അവൻ്റെ കയ്യിലിരുന്ന മൊബൈൽ എടുത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ദേ നോക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അംബികയും ദീപക്കൂടെ ആ മൊബൈൽ നോക്കിയിട്ട് വല്ലാതെ മുഖം ചുളിക്കുന്നുണ്ട്. എന്താ പാടോ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇത് തന്നെയാ മേഡം ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ മൊബൈലിലെ ചാർജ് തീരുന്നത് വരെ ഞാൻ അവിടെ കുത്തിയിരുന്ന് പകർത്തിയ വീഡിയോ ആയത്. വെളുക്കുവോളം ആ വീട്ടിൻ്റെ വാതുക്കൽ കൊതുകടിയും കൊണ്ട് ഞാൻ കുത്തിയിരുന്നു. എൻ്റെ മേഡം, ആ വീട്ടിലെങ്ങും ഒരു പൂച്ചക്കാളി പോലും ഇല്ല. അവിടെ ആരെയും കണ്ടില്ലെന്ന് മാത്രമല്ല, അവിടെ അങ്ങും ആരുടെ ശബ്ദം പോലും കേട്ടില്ല. എനിക്ക് തോന്നുന്നതേ അവിടെ ആള് താമസം പോലും ഇല്ലെന്നാ. ജയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അംബികയും മോനും പരസ്പരം നോക്കുന്നു. അവർക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. അംബിക ഒരു ദേഷ്യത്തോടെ ചോദിക്കുന്നു, താൻ എന്നെ പറ്റിക്കുവാണോടോ? ദീപക് അംബികയോട് പറയുക, അമ്മേ ഇതിലെന്തോ തരികടയുണ്ടമ്മേ. അയ്യോ മേഡം എന്തൊക്കെയായി പറയുന്നത്? ജയൻ ചോദിക്കുക. ഞാൻ മേഡത്തിനെ പറ്റിക്കുവോ? ഞാൻ മേഡത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലേ? അല്ല, താനാ രാജുവിൻ്റെ അളിയനല്ലേ? ഇനി അളിയനോട് ഒത്തുകളിക്കാൻ മറ്റോ ആണോ? എൻ്റെ മേഡം എന്നെ അവിശ്വസിക്കുവാണല്ലേ? എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല മേഡം. ഈ ജയൻ എൻ്റെ ആത്മാർത്ഥതയിൽ മണ്ണെണ്ണ കലക്കിയിട്ടില്ല മേഡം. ഈ ചതിയെന്ന് പറയുന്നത് എൻ്റെ ജീവിത നിഘണ്ടുവിൽ പോലും ഇല്ല. അംബികയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ പറയുന്നതൊക്കെ കള്ളവാണെന്ന്. അംബിക പറയാ, ജയാ എനിക്കിതങ്ങോട്ട് 100% വിശ്വാസം വരുന്നില്ലല്ലോ. ജയൻ പറയാം, അത് കൊള്ളാലോ. മേഡം ഒരു കാര്യം ചെയ്യും, ഇനി മേഡത്തിന് വിശ്വാസം വരണമെങ്കിലേ അടുത്തതായിട്ടൊരു പണി എന്നെ ഇനി ഏൽപ്പിക്കുമ്പോൾ എൻ്റെ പിന്നാലെ ഞാൻ മേഡത്തിനെ ചതിക്കുവോ എന്നറിയാൻ വേണ്ടി വളരെ രഹസ്യമായിട്ട് ഒരു ചാരനെ കൂടി വിട്. ഒരു കള്ളക്കരച്ചിലൊക്കെ കാണിച്ചുകൊണ്ട് ജയൻ പറയുക, ഞാൻ എൻ്റെ മേഡത്തിനെ ചതിക്കുന്നു എന്നൊരു വിശ്വാസവഞ്ചന മേഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ മേഡം തരുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഈ ജയൻ തയ്യാറാണ്. വേണ്ട മേഡം, കുടിക്കുന്ന വെള്ളത്തിൽ പോലും എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് മേഡത്തിന് ബോധ്യപ്പെട്ടാൽ മരിക്കുന്നത് വരെ മേഡം എന്നെ തൂക്കിക്കൊന്നു. എന്നിട്ട് ആ വിധി എഴുതിയ പേന കൊണ്ട് മേഡം അതിൻ്റെ നിബങ്ങ് കുത്തിയൊടിച്ചോ എന്നും പറയും ജയൻ ഒരു കള്ളക്കരച്ചിൽ. അംബിക ചോദിക്കുക, അതിനെന്തിനാടോ പേനയുടെ നിബ് കുത്തിയൊടിക്കുന്നത്? അതങ്ങനെയാ മേഡം, തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാലേ പിന്നെ പേനയുടെ നിബ് കുത്തിയൊടിക്കും. ഞാനേ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അംബിക പറയാം, എടോ തൻ്റെ സെൻറ്റിമെൻ്റൽ പ്ലേ ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. വിശ്വാസം ഇല്ലാഞ്ഞിട്ടും അംബിക പറയുന്നുണ്ട് തന്നെ എനിക്ക് വിശ്വാസം. ഓ താങ്ക് യു മേഡം. അങ്ങനെ അംബികയും മകൻ ദീപക് കൂടെ മുകളിലോട്ട് കയറി പോവുക. ജയൻ പറയുക, ഓ പിന്നെ എൻ്റെ അടുത്താ അവളുടെ ഒരു കളി. ഈ സമയം പത്മാവതിയോട് ഹൃദയ പറയുക, ഇന്നലത്തെ പോലൊരു ദിവസം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കഥകളൊക്കെ ഞാൻ അറിയില്ലായിരുന്നല്ലോ അമ്മേ. എൻ്റെ മോളോടുള്ള വാത്സല്യം മുഴുവൻ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുമായിരുന്നല്ലേ മോളെ. ഇനിയുള്ള കാലം വല്ലപ്പോഴും ആണെങ്കിലും എനിക്കെൻ്റെ മോളെ കാണാമല്ലോ.
എന്തായാലും എൻ്റെ അമ്മ ഒരു തെറ്റുകാരി അല്ലെന്ന് എനിക്ക് എൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്തണം. പത്മ പറയുക, പ്രതാപേട്ടൻ അതൊന്നും ബോധ്യപ്പെടില്ല മോളെ. നീ വെറുതെ അച്ഛൻ്റെ വൈരാഗ്യം ഒന്നും ചോദിച്ച് വാങ്ങിക്കണ്ട മോളെ. അമ്മയുടെ കാര്യം പറഞ്ഞ് അച്ഛനുമായിട്ട് എൻ്റെ മോള് മുഷിയരുത്. പ്രതാപേട്ടൻ നിന്റെ അച്ഛനാ, നിന്നെ വളർത്തിയ ആ വലിയ മനുഷ്യനാ. ഒരു നോട്ടം കൊണ്ടുപോലും എൻ്റെ മോൾ അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. അപ്പോൾ രാജു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അത് ശരി, ഒരു രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണുപോലും അടയ്ക്കാതെ നേരം വെളുക്കുന്നവരെ രണ്ടുപേരും കഥകൾ പറഞ്ഞിട്ടും അമ്മയുടെയും മോളെയും വിഷമങ്ങളൊന്നും തീർന്നില്ലേ? പത്മ പറയുക, അമ്മയും മകളും ഒരു യുഗം മുഴുവൻ സംസാരിച്ചാലും സ്നേഹം തീരുവോ രാജു? അയ്യോ അതില്ലമ്മേ. ഋതു, നമുക്ക് വീട്ടിൽ പോകണ്ടേ? വേണ്ട, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഇന്ന് പോണോ രാജു? എന്താ രാജു? അയ്യോ ഋതു, അമ്മയെ കാണാൻ ഇനിയും വരാമല്ലോ. അമ്മ അമേരിക്കയിലൊന്നും അല്ലല്ലോ താമസിക്കുന്നത്, ഇവിടെയല്ലേ. അതല്ല രാജു, എനിക്ക് എൻ്റെ അമ്മയെ പെട്ടെന്ന് പിരിയാൻ വയ്യ. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലല്ലേ രാജു? അത് കേട്ടിട്ട് രാജു പറയാം, അതല്ല ഋതികെ, നമുക്ക് പോയേ പറ്റൂ. ഋതിക ചെറിയൊരു കൊഞ്ചലോടെ പറയോ, രാജുവിന് എന്താ ഇത്ര വാശി? പോയിട്ട് അവിടെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. രാജു പെട്ടെന്ന് അല്പം സീരിയസ് ആയിട്ട് പറയുക, ഋതു, അത് ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇവിടെ ഒരു കാര്യം ഉണ്ടായി. എന്താ രാജു, എന്താ സംഭവിച്ചത്? അത് ഞാൻ പറയാം എന്നും പറഞ്ഞ് രാജു ആ സംഭവമെല്ലാം പറയുവാണ്. രാജു അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ജയൻ അവിടെ മറിഞ്ഞു നിന്ന് വീഡിയോ എടുത്തതും രാജു ജയനെ കണ്ടതും എല്ലാം പറയുവാണ്. സത്യം പറയണം, അളിയൻ ഇവിടെ എന്തിനാ വന്നത് എന്നും പറഞ്ഞ് രാജു ചൂടായപ്പോൾ, സത്യം പറയുന്നതിൽ എനിക്കെന്താ വിഷമം? ഞാൻ സത്യം പറയാമല്ലോ. അളിയൻ്റെയും ഋതികയുടെയും ശത്രുവായ അംബികയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് ഞാനെന്ന് അളിയൻ അറിയാമല്ലോ. അതൊക്കെ എനിക്കറിയാം അളിയ, ഞാനാണല്ലോ മുൻകൈ എടുത്ത് അളിയൻ അവിടെ ജോലി വാങ്ങിച്ചു തന്നത് എന്നിങ്ങനെ രാജു പറയുക. ജോലിയൊക്കെ എനിക്ക് വാങ്ങിത്തന്നത് അളിയനൊക്കെയാ, പക്ഷേ എനിക്ക് അളിയനൊരു പാര വെക്കേണ്ട ജോലി വന്നു. പാരയോ? എന്ത് വേലയാത് അളിയ? ഡ്യൂട്ടീസ് ഫസ്റ്റ് എന്നല്ലേ ആപ്തവാക്യം? രാജു പറയാ, ആപ്തവാക്യം അങ്ങനെയൊന്നും അല്ല, എന്നാലേ ഞാനതെൻ്റെ ആപ്തവാക്യമാക്കി അങ്ങ് മാറ്റി അളിയ. രാജുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. രാജു ദേഷ്യത്തോടെ പറയാം, കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയളിയ. എന്തിനാ ഈ രാത്രിയിൽ എന്നെ ഫോളോ ചെയ്തിവിടെ വന്നത്? അതെ, എൻ്റെ ബോസ് ശ്രീമതി അംബിക വർമ്മ പറഞ്ഞിട്ടാ, ഒരു CIDയെ പോലെ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും പത്മാവതി മേഡത്തിൻ്റെ വീട്ടിൽ നിങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി തെളിവ് സഹിതം ഹാജരാക്കാനാണ് എനിക്കുള്ള ഓർഡർ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റൂ. കൃത്യനിർവഹണത്തിൽ ഞാൻ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അളിയൻ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോ അംബിക വർമ്മയെ കാണിക്കും. രാജു ദേഷ്യത്തോടെ, അളിയ, ഈ വീഡിയോ അവരെ കാണിക്കരുത്. ജയം പറയോ, എന്ന് വെച്ചാൽ കൃത്യനിർവഹണത്തിനിടയിൽ ഞാൻ എന്താ അഴിമതി കാണിക്കണോ? ഞാനൊരു ചതിയനും വഞ്ചകനും ആദർശധീരനല്ലാത്ത അലവലാതിയായി മാറണമെന്നാണോ അളിയൻ തീരുമാനിച്ചത്? അതിലും ഭേദം ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നതല്ലേ അളിയ? ഇതിലും ഭേദം. എൻ്റെ പൊന്നളിയ, ഈ വീഡിയോ നിങ്ങൾ അവരെ കാണിക്കരുത്. അവരത് വർമ്മ സാറിനെ കാണിക്കും. അതോടുകൂടി വർമ്മ സാർ എന്നോടും ഋതികയോടും പിണങ്ങും. അംബിക ഒരു ബൈക്കൊക്കെ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണല്ലോ ജയന്. അതുകൊണ്ട് ജയൻ അത് മോഹിച്ചിട്ട് പറയുക, എനിക്ക് ശമ്പളം തരുന്നതേ ഒരു പിശാചാണെങ്കിലും എൻ്റെ ബോസേ അംബിക വർമ്മയാണളിയ. അതുകൊണ്ടേ ഞാൻ ഈ വീഡിയോ അംബിക എന്ന യക്ഷിയെ കാണിക്കും. ഐ ആം സോറി അളിയ എന്നിങ്ങനെ ജയൻ പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് രാജു. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ജയനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാണും, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ വാഗ്ദാനം ജയന് പറഞ്ഞു കാണും. അങ്ങനെ ആയിരിക്കുമല്ലോ ജയൻ ആ വീഡിയോ കൊണ്ടുവന്ന് അംബികയെ കാണിക്കുമ്പോൾ അതിലൊന്നും ഇല്ലാതിരിക്കുന്നത്. പക്ഷേ അംബിക ബുദ്ധിരാക്ഷസിയാണ്. അവൾ എന്തെല്ലാം ക്രിമിനൽ വേല ചെയ്യുമോ അതൊക്കെ ചെയ്ത് പത്മാവതിയെയും ഋതിയെയും രാജുവിനെയും കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അംബികയ്ക്കുള്ള ശരിയായ അടി കൊടുക്കും ഋതിക എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.